ഹലോ സാർ. ഇപ്പൊ വിളിച്ചാന്നോ? പറഞ്ഞോ. സംസാരത്തിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം സാരമില്ല, പറഞ്ഞോ. ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ഒരു അനാഥാനത്തിലേക്ക് നിൽക്കാം സാറേ. ഇപ്പൊ അനാഥാലയത്തിലാണോ ഉള്ളത്? സാറേ. എവിടെയാ? തിരുമുല്ലാവരം എന്ന് പറയാം. തിരുമുല്ലാവരം നമ്മുടെ ബലിയൊക്കെ ഇടുന്ന സ്ഥലത്താണോ? എനിക്കറിയാൻ സാറേ. ചേച്ചിയുടെ സ്വന്തം സ്ഥലം എവിടെ? ഇരുവിപുരം അല്ലേ? കൊല്ലത്ത് തന്നെയല്ലേ? കൊല്ലം തന്നെ സാറേ. ഭർത്താവ് മരിച്ചു പോയിട്ട് 15 വർഷമായി അല്ലേ? ഇല്ല, മരിച്ചു പോയതല്ല, കളഞ്ഞോട്ട് പോയി. ഉപേക്ഷിച്ചിട്ട് പോയതാ അല്ലേ? അത് ശരി. മക്കൾ എത്ര? 3 പേര് അല്ലേ? 3 പേര്. ഏറ്റവും മൂത്ത ഓട്ടിസം ബാധിച്ച കുഞ്ഞ്. ഓട്ടിസം ബാധിച്ച. എത്ര വയസ്സുണ്ട്? മോന് 16 വയസ്സായതേ ഉള്ളു. അതിന്റെ ഇളയാളോ? അതിന്റെ ഇളയാള് 15 വയസ്സ്. അദ്ദേഹം പഠിക്കുവാന്നോ? 10ാം ക്ലാസ്സിൽ പഠിക്കാൻ സാറേ. ഡോൺ ബോസ്കോയിലായിരുന്നു. ഡോൺ ബോസ്കോ കുട്ടിയത്തല്ലേ? ഇവിടെ കൊല്ലത്ത്. ഏറ്റവും ഇളയ മോള് കോട്ടയം ഗവൺമെന്റില്. നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? എന്തിന്റെ ആയിരുന്നു ഓപ്പറേഷൻ? നമുക്ക് തലയിൽ ഒരു ക്യാൻസർ ആയിരുന്നു സാർ. അയ്യോ, അത് ശരി. നമ്മുടെ ബന്ധുക്കളും നമുക്ക് സഹായിക്കാൻ മറ്റേ ആൾക്കാരൊന്നും ഇല്ലയോ? വല്ല സ്വന്തം അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് വീടും എല്ലാം ഉണ്ട്. എന്നെ രണ്ടാമത്തെ മോനും എന്റെ കൂടെ ആയിരുന്നു സാർ. രഹസ്യം കള്ളത്തരം എല്ലാം പറഞ്ഞ് എന്നെ മോനെ പുറത്താക്കിയ വീട്ടിൽ നിന്ന്. അയ്യോ, സ്വത്തുക്കളൊക്കെ എന്തേലും ഉണ്ടോ? നമുക്ക് എന്തേലും വസ്തുവകകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? ഒന്നുമില്ല സാറേ. എല്ലാരും എനിക്ക് സുഖലാതെ കിടന്നപ്പോ ഓർമ്മയും പോലും ഇല്ലായിരുന്നു. എല്ലാം മറ്റുള്ളവര് ബന്ധുക്കളൊക്കെ സ്വന്തമാക്കിയോ? സാറേ. അത് ശരി. ഒരു ഗതിയില്ലാതെ നിൽക്കുക ഞാൻ. ഇപ്പം ഇത് എങ്ങനെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ കണ്ട്? മൊബൈലുണ്ടോ കയ്യില്? മൊബൈലുണ്ട് സാറേ. ഒരാള് ഒരു മൊബൈൽ മേടിച്ചു തന്നായിരുന്നു. അതിലാണ് സാറിന്റെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അത് നിങ്ങൾ കണ്ട വല്ല ഓച്ചറയിലെ വീഡിയോ ആണോ? കരുതാപ്പെട്ടില്ലേ? മോന്റെ അമ്മയുടെ. അവർക്ക് അത്യാവശ്യം സഹായങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അവര് മെനഞ്ഞാന്നാ ഞാൻ ആ വീഡിയോ ചെയ്തത്. അത്യാവശ്യം സഹായങ്ങളൊക്കെ കിട്ടിയ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടന്നു പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാനിത് വന്ന് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ നാളെ ആവട്ടെ. നാളെ എവിടെ വരണം? നിങ്ങളെ കാണാൻ എങ്ങനെയാ പറ്റുന്നേ? സാറേ, എനിക്ക് ഇപ്പം ഇവിടുന്ന് നാളെ പോണോന്നാണ് പറയുന്നത്. എവിടാ? ഇവിടുന്ന് ഇപ്പൊ നിക്കുന്നിടത്തുനിന്ന് നാളെ ഇവിടുന്ന് പോണോന്നാണ് പറയുന്നത്. നാളെ അവിടുന്ന് പോണോന്നോ? ആരാ ഈ സ്ഥാപനം നടത്തുന്ന? ആരാ? എനിക്കറിഞ്ഞൂടാ സാറേ. ആദ്യമായിട്ടാ ഞാൻ ഇവിടെ വരുന്നത് തന്നെ. അവിടെ ആരാ കൊണ്ടാക്കിയത്? ആരാ കോണ്ടാക്ട് ചെയ്തത്? ഒരു പരിചയത്തിലുള്ള ഒരു ചേച്ചിയായിരുന്നു. ഇപ്പൊ അനാഥാലയത്തിലല്ലേ നിക്കുന്നത്? ഞാൻ പറയുന്ന ഇവിടെ പറ്റത്തില്ല. അവരെന്തോ കാര്യം പറയുന്ന? ഏത് അനാഥാലയത്തിന്റെ പേരറിയാമോ? പേര് എനിക്കറിയത്തില്ല സാർ. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ആരും ഇല്ല. ഒരു സിസ്റ്റർ മരിച്ചുപോയി. എല്ലാരും അങ്ങോട്ട് പോയിരിക്കുക. നമുക്ക് ഒരു കാര്യം ചെയ്യും. ആരെങ്കിലും അവിടെ ഈ അനാഥാലയം എന്ന് പറയുമ്പോ കുറെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണോ? ഇല്ല, ഞാൻ ഇവിടെ ബോർഡിങ്ങിലെ പിള്ളേരപ്പുറം ഉണ്ട്. ആരോടെങ്കിലും ഏതെങ്കിലും പിള്ളേരോട് ചോദിക്കുക. ആ സ്ഥാപനത്തിന്റെ പേരെന്തുവാന്ന് ചോദിക്കുക. ചോദിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. സാറേ, പിന്നെ സാറേ, നാളെ ഇവിടുന്ന് മാറാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ജോലി നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാം. അതെ, ആദ്യം നമുക്ക് അറിയേണ്ടത് അത് ആരാ, ആ സ്ഥാപനം നടത്തുന്ന ആരാന്ന് നമുക്കൊന്ന് അറിഞ്ഞാലേ അദ്ദേഹത്തിനെ വിളിച്ച് ഞാനൊന്ന് സംസാരിക്കാം. ഈ നടത്തുന്ന ആളോടൊന്ന് സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്യാം. തൽക്കാലത്തിന് നിങ്ങൾക്ക് താമസിക്കാനൊരു സൗകര്യം നമുക്ക് ഒപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്ത് നിങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞ് നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഒരു സാറാണ് ബാങ്ക് അക്കൗണ്ട് ഒക്കെ തുടങ്ങി തന്നത്. ഗൂഗിൾ പേ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് പെട്ടെന്ന് ഈ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്ന് പെട്ടെന്ന് സഹായിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് സാറേ, മറ്റേ ഫോൺ മേടിച്ചെന്ന് സാർ ഇതെല്ലാം പിടിച്ചിട്ട് തന്നു.
അത് ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ സ്വന്തമായിട്ട് ഭൂമിയോ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഭൂമി സ്വന്തമായിട്ടെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല സാറേ. അപ്പം നോക്കട്ടെ, നമുക്കൊരു കൊച്ചു 4 സെന്റ് വസ്തു എവിടെങ്കിലും ഒന്ന് കണ്ടെത്തിയേ ഒരു വീട് വെക്കാനൊരു സംവിധാനം പറ്റുമോന്ന് ഞാൻ ശ്രമിക്കാം. എന്തായാലും ഞാന് ആ, നാളെ തന്നെ വരാം. ഇതിപ്പോ തൽക്കാലത്തേന് ഇന്ന് രാത്രത്തേന് ഈ പറയുന്ന ആളിനെ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥാപനം ഏതാന്ന് നമുക്ക് ആദ്യം അറിയണം. നാളെ ഞാൻ ഒരു ചേച്ചിയെ വിളിച്ചിങ്ങനെ പറഞ്ഞായിരുന്നു. നിങ്ങൾ അവിടെ കൊണ്ടാക്കിയ ആ സ്ത്രീ ആരായിരുന്നു കൊണ്ടാക്കിയേ? ഒരു ചേച്ചിക്ക് പരിചയമുള്ളായിരുന്നു. അവർ മുഖേനയാണ് എന്നെ ഇവിടെ ആക്കിയത്. ആ പരിചയമുള്ള ആളെ വിളിച്ചിട്ട് എന്റെ നമ്പർ ഒന്ന് കൊടുക്കാവോ? എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? പറയാം സാറേ. അപ്പൊ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ശരി സാർ. പേടിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് തീർക്കാം. ഒരുപാട് പുണ്യമുണ്ട് സാർ. കുഴപ്പമില്ല, നമ്മളൊക്കെ മനുഷ്യരില്ലയോ, നമുക്ക് സഹായിക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാം കേട്ടോ. പേടിക്കണ്ട. ഈ വയ്യാതെ കിടന്നപ്പോഴേ ഉള്ള, അല്ലാതെ എനിക്ക് പണ്ട് എല്ലാരും സഹായിച്ച ഒരു പെണ്ണ ഇപ്പൊ ഒന്നുമില്ല. പോട്ടെ, കരയണ്ട, വിഷമിക്കണ്ട. എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ. പേരെന്തോ സാർ? എന്റെ പേര് ഹരി എന്നാ. ഹരി. കൊല്ലം വാർത്തകൾ എന്ന് പറയുന്ന ഒരു ചാനൽ, ആ പേജാ നമ്മൾ ചെയ്യുന്നത്. വിഷമിക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ശരി സാറേ. ഞാൻ നാളെ തന്നെ ഇവിടെ വരാം. സാറ് ചിലപ്പോ നാളെ വന്നാലേ ഇവിടുന്ന് രാവിലെ അങ്ങ് പോകുമെന്ന്. അതാ ഞാൻ അതിനുള്ള സംവിധാനം ഒപ്പിക്കാം. അതാ ഞാൻ പറഞ്ഞത്, ഈ ചേച്ചി അവിടെ കൊണ്ടാക്കിയ ആളിനെ വിളിച്ചിട്ട് എന്റെ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഈ സ്ഥാപനം ഏതാണെന്നും ഇത് നടത്തുന്നവരെ ഒന്ന് ഫോണിൽ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, എനിക്കിപ്പോ അറിയത്തില്ലല്ലോ ഏതാ സ്ഥാപനമെന്ന്. അപ്പൊ കണക്ട് ചെയ്താൽ ഞാൻ അവരെ വിളിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് തൽക്കാലത്തിന് അവിടെ നിൽക്കാൻ ഒരു സംവിധാനം ഞാൻ ഒപ്പിക്കാം. അവരുടെ ആവശ്യം എന്തോ? അവിടെ പൈസ വല്ലതും അടയ്ക്കണോ? പൈസ സാറേ, ഇപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കഴിഞ്ഞ മാസം ഒന്നും എനിക്ക് ട്രീറ്റ്മെന്റിന് പോവാനൊന്നും പറ്റിയില്ല സാറേ. അങ്ങനെ നമ്മളെ ഇരേരം പള്ളിയിൽ ഒരു അച്ഛനെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. എരവിപുരത്ത് എവിടാ താമസിച്ചോണ്ടിരുന്നത് നേരത്തെ? ഇരേരം നമ്മളെ ഈ താന്നീരോട്ട് പോന്ന പനമൂടും കഴിഞ്ഞു പോകുന്ന. ഇപ്പൊ ഈ ഭാഗത്ത് കടലെടുത്ത വീടുകളുടെ അടുത്തായിരുന്നോ? പനമൂട് റേഷൻ കട എടുത്തായിരുന്നു. പനമൂട് റേഷൻ കട എടുത്താ താമസിച്ചോണ്ടിരുന്നത്. എന്തോ പേരെന്തുവാ? എന്റെ പേര് ലിസ. ലിസ. മറ്റേ ഭർത്താവിന്റെ പേരെന്തുവായിരുന്നു? ജോസ് ആയിരുന്നു. എന്തുവായിരുന്നു ജോലി അദ്ദേഹത്തിന്? അയാള് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഫോട്ടോഗ്രാഫർ ആയിരുന്നു അല്ലേ? അവിടെ കാണാൻ സ്റ്റുഡിയോ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, ഇയാളെ വീട് 5 മൂടാ സാറേ. പണ്ടേ മുതലേ പറയാൻ കൊള്ളാത്ത ഒരു മനുഷ്യന്. അത് ശരി. 15 വർഷമായോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയിട്ട്? എന്റെ ഏറ്റവും മോളെ വയറോട് ഇരുന്ന പോയതാ. അത് ശരി, അന്ന് പോയതാ അല്ലയോ? പിന്നെ നമ്മളെ കണ്ടിട്ടൊന്നുമില്ലല്ലേ? ഇല്ല സാറ്. എന്തായാലും നമ്മൾ വിഷമിക്കണ്ട. എന്തായാലും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും നമ്മളെ കണക്ട് ചെയ്യാൻ പറ്റിയില്ലയോ? സാറേ, ഞാൻ എന്റെ ഒരു ചേച്ചിയുടെ നമ്പർ ഇട്ടേ, ചേച്ചി പറയും. പിന്നെ ആ ചേച്ചിയോട് എന്റെ നമ്പർ കൊടുത്തിട്ട് ആ ചേച്ചിയോട് എന്നെ ഒന്ന് വിളിക്കാൻ പറ. അന്നേരം ആ ചേച്ചിയോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ശരി സാറേ. ഓക്കെ.